നമസ്കാരം. ഞങ്ങളുടെ തുർക്കി യാത്രയുടെ ഒരു പുതിയ പാട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗലാട്ട ടവറിൽ കഴിഞ്ഞു. ഞങ്ങൾ അതിനടുത്ത് തന്നെയാണ് ടെക്സിം സ്ക്വയർ. അവിടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. ആ ടെക്സിം സ്ക്വയറാണ് ഈ കാണുന്നത്. 1928 ഇതിൻ്റെ നിർമ്മാണം കഴിഞ്ഞത്. അപ്പം അവിടെ എന്തായാലും ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. ആ ഏരിയയിലൊക്കെ ഒന്ന് കറങ്ങി. ഈ ടെക്സിം സ്ക്വയറിന് ഒരുപാട് ചരിത്രങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇസ്താംബൂളിൻ്റെ ഒരു ഹൃദയഭാഗം എന്ന് തന്നെ പറയാം. ഈ മെട്രോ ശൃംഖല പല ഭാഗത്തേക്കും പോകുന്നുണ്ടല്ലോ. ഇസ്താംബൂളിൽ പല ഭാഗത്തേക്കും മെട്രോ പോകുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കേന്ദ്രം തന്നെ. അപ്പം അതിൻ്റെ ഒരു ഇസ്താംബൂളിൻ്റെ ഹൃദയം എന്ന് തന്നെ വേണമെങ്കിൽ ഈ ടെക്സിം സ്ക്വയറിന് പറയാം. ഒരുപാട് ടൂറിസ്റ്റുകൾ വന്ന് നിറയുന്നൊരു സ്ഥലമാണിത്. അതിൻ്റെ അടുത്തൊക്കെ ഇവിടെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള പള്ളികളൊക്കെ അത് നിർമ്മിച്ചിരിക്കുന്ന ഒരു അതിൻ്റെ ഭംഗി അത് നമ്മൾ നോക്കി നിന്ന് പോകും. ഇതൊക്കെ ഞാൻ കണ്ടൊരുവിധം പള്ളികളൊക്കെ ഇത് അവിടുത്തെ ഒരു ഫുഡാണ്. ഇത് സിമിത്ത് എന്നാണ് ഇതിൻ്റെ പേര്. ഒരുവിധം എല്ലാ വഴിയോരങ്ങളിലൊക്കെ വിൽക്കുന്ന ഒരു ഭക്ഷണ സാധനമാണിത്. നമ്മളെ ഒരു ഡോണറ്റ് മാതിരിയാണ്, പക്ഷേ അതിന് ഒരു മധുരമില്ലാന്നേ ഉള്ളൂ. ബ്രെഡ് തന്നെ. ഒരുവിധം ആൾക്കാരൊക്കെ അതിങ്ങനെ വാങ്ങിച്ചു വഴിയിൽ നിന്ന് കഴിച്ചുകൊണ്ട് പോകുന്നതൊക്കെ കാണാം. ഞങ്ങളും വാങ്ങിച്ചു കഴിച്ചു. അതൊന്ന് കാണിച്ചത്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ടെക്സിം സ്ക്വയറിന് നേരെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ചർച്ചുണ്ട്. അതിലേക്ക് ഞങ്ങൾ ട്രാമിനാണ് പോയത്. അപ്പോൾ ആ ഒരു സെൻറ്റ് ആൻ്റണീസ് ചർച്ച് അവിടത്തേക്കാണ് പോകുന്നത്. അപ്പം പള്ളികളും ചർച്ചുകളും ഒക്കെയുള്ള ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ അവിടത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ട്രാമിൽ കയറി. ആ ട്രാമിൻ്റെ കുറേ പിക്ചറുകളൊക്കെ എടുത്തു. പിന്നീട് അതിൻ്റെ അടുത്ത് തന്നെ ഈ പറയുന്ന സ്വീറ്റ്സുകളാണ് നമ്മൾ മിക്കവാറും കാണുന്ന ഇതൊക്കെ സ്വീറ്റ്സാണ്. അപ്പോൾ അതിൻ്റെ കുറേ ഫോട്ടോസ് എടുത്തു. അതുപോലെ തന്നെ ഈ ചെസ്നട്ട് ഇതിങ്ങനെ വഴിയോരങ്ങളിലൊക്കെ ഈ ചുട്ടിട്ട് അങ്ങനെ വെച്ചിരിക്കുന്നു. അത് വാങ്ങിച്ച് കഴിക്കുന്ന ആൾക്കാരുണ്ട്. പല വിധത്തിലുള്ള ഫുഡുകളാണ് വഴിയോരങ്ങളിലൊക്കെ. നമ്മൾ കഴിയുന്നതും ഞാൻ മുന്നേ സൂചിപ്പിച്ചല്ല, നമ്മൾ കഴിയുന്നതും ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഈ തട്ടുകടകളിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുക. റെസ്റ്റോറൻറ്റുകൾ കയറി കഴിഞ്ഞാൽ നല്ല ചിലവ് തന്നെ വരും. പിന്നെ അതൊന്നും നോക്കാത്ത ആൾക്കാർക്ക് അങ്ങനെയൊക്കെ ഭക്ഷണം കഴിക്കാം. കല്ലുമുക്കായ, നമ്മളെ നാട്ടിൽ കല്ലുമുക്കായ എന്ന് പറയും. ഞങ്ങൾ കോഴിക്കോട് അതുപോലെ തന്നെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലൊക്കെ സുലഭമായി കിട്ടുന്ന ഒരു സംഭവമാണിത്. ഈ കല്ലുമുക്കായ സീസണിലാണേ. ആ കല്ലുമുക്കായി ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ അകത്തൊരു ചോറും വേറെന്തൊക്കെ വെച്ചിട്ട് വെക്കുന്നത്, അത് വാങ്ങി കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊരു തരം സ്വീറ്റാണ്. ഇത് കാണുമ്പോൾ ഒരു കയറ് കെട്ടിയ മാതിരി ഉണ്ട്. അപ്പോൾ നോക്കുമ്പോൾ അത് സ്വീറ്റ്സിൻ്റെ ഒരു കൂട്ടത്തിൽ പെട്ടതാണ്. അപ്പം ട്രാമിൻ്റെ ഒരു കാഴ്ച, അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്തു ഞങ്ങൾ. റോഡിൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് തന്നെ ആ ട്രാമിൻ്റെ ആ കാഴ്ച അത് ഞങ്ങൾ പകർത്തി. അപ്പം ഞങ്ങൾ ഇവിടെ തന്നെയുള്ള ഇസ്താംബൂളിൽ തന്നെയുള്ള പടുവ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തിയത്. അവിടെയാണ് ഈ സെൻറ്റ് ആൻ്റണീസ് ചർച്ച്. ആ കാണുന്നതാണ് സെൻറ്റ് ആൻ്റണീസ് ചർച്ച്. അത് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്ഥലം കൂടിയാണ്. അപ്പം നേരം ഒരുപാട് വൈകി തുടങ്ങിയിരിക്കുന്നു. ഞാൻ മുന്നേ സൂചിപ്പിച്ചല്ലോ, ഇവിടെ രാത്രിയാണെങ്കിൽ 9 മണിയാവും. അപ്പം ഇപ്പോഴും 8 മണി ആകുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സന്ധ്യാസമയത്തിൻ്റെ ഒരു ഫീലിംഗാണ് നമുക്ക് ഉള്ളത്. സൂര്യൻ അസ്തമിക്കാനുള്ള ഒരു ഘട്ടത്തിലാണുള്ളത്. അപ്പം ഞങ്ങൾ ഈ ചർച്ചിൻ്റെ അകത്ത് കയറി ഒരുപാട് നടന്നതാണ്. ഇന്ന് രാവിലെ തൊട്ട് നടക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു വെച്ചാൽ കാലിനൊക്കെ കഴപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ചൊന്ന് വിശ്രമിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ ചർച്ചിൽ അവിടെ പോയി ഇരുന്നു. അപ്പം ഒരുപാട് ആൾക്കാർ അവിടെ വരുന്നുണ്ട്, മെഴുകുതിരി കത്തിക്കുന്നു, അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിങ്ങനെ തന്നെ അതിൻ്റെ അടുത്തിരുന്നു. ആ പള്ളിയുടെ കാഴ്ചകളൊക്കെ ചിത്രീകരിച്ചു. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഇസ്താംബൂളിൻ്റെ കാഴ്ചകൾ കണ്ട്. ഇന്നെന്തായാലും ഞങ്ങൾ യാത്ര മിക്കവാറും അത്രയും ടയേർഡായിരിക്കുന്നു. രാത്രിയായിരിക്കുന്നു.
രാത്രി ആവാൻ നോക്കും, സമയമായി. അപ്പം എന്തായാലും തിരിച്ച് പോകാമെന്ന് വിചാരിക്കാമെന്ന്. അപ്പം ഞങ്ങൾ തിരിച്ച് പോയത് ടാക്സിക്കാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ടാക്സിക്കാർ നമ്മൾ വല്ലാതെ നമ്മളെ പറ്റിച്ച് കളയും. അത് ഇതിലിപ്പോൾ രണ്ടാമത്തെ തവണയാണ് എനിക്ക് പറ്റുന്നത്. ഞങ്ങൾ ഇസ്താംബൂളിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ ടാക്സിക്ക് വന്നു, നമ്മളെ ശരിക്കും വഹിച്ച് കളഞ്ഞെന്നൊക്കെ പറയുന്നില്ലേ. നമ്മൾ ചെറിയ സംഖ്യയായാലും ശരി, ഒരാൾ നമ്മളെ ഒരു പറ്റിച്ചു എന്ന് പറയുമ്പോൾ ഒരു വിഷമം തന്നെയുള്ളൊരു കാര്യമാണ്. ഇത് ഞാൻ ടാക്സി കയറുമ്പോൾ തന്നെ, ഇത് നമ്മൾ ഊബർ മാതിരിയാണ്. നമ്മൾ ഇതിൽ വിളിക്കും, ഇതിൽ നെറ്റിലൂടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അടുത്തുള്ള വണ്ടി നമ്മളെ അടുത്ത് വരും. അപ്പം നമ്മൾ ആ മീറ്ററിൽ ചാർജ് എത്രയാണ് കാണിക്കുന്നത് അതാണ് കൊടുക്കേണ്ടത്. അപ്പം ഞാൻ കയറുന്നതിന് മുന്നേ ചോദിച്ചു എങ്ങനെയാണ് ഇതിൻ്റെ ചാർജ്. അപ്പം നമുക്ക് ഏകദേശം അതിൻ്റെ റേറ്റും കാണും. അപ്പം ആ റേറ്റ് നമുക്ക് അഫോർഡബിളാണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ പോകാമെന്ന് വിചാരിച്ചു. ബസ്സിന് പോകാൻ വെച്ചാൽ ഞങ്ങൾ ഇവിടുന്ന് ടക്സിൻ സ്ക്വയറിലേക്ക് ബസ്സിന് പോകണം. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ട്രാമിന് തിരിച്ച് ഞങ്ങൾ ബയാസത്തിലേക്ക് പോകണം. അപ്പം ഇതിനൊക്കെ കയറി പോകണ്ടേ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ടാക്സി, ഞങ്ങൾ ടയേർഡാണ്. അപ്പോൾ അങ്ങനെ ടാക്സിക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് കയറിയതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊന്ന് ചോദിക്കണമല്ലോ. നമുക്ക് പലരും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കൂട്ടുകാരൊക്കെ ഇവിടെ പോയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, കഴിയുന്നതും ടാക്സി ഒഴിവാക്കുക, ഈ ട്രാമിനോ അല്ലെങ്കിൽ ബസ്സിനോ മെട്രോനോ ഒക്കെ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞത്. എൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അങ്ങനെയാണ് യാത്ര വിചാരിച്ചത്. പക്ഷേ നേരം വൈകിയോണ്ട് പിന്നെ വലിയ പൈസയുടെ ഇതിൻ്റെ അങ്ങനെ നോക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. എന്തായാലും ടാക്സി കയറുകയാണെങ്കിൽ കാശ് ചോദിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചു. ടാക്സിക്കാരോട് കാശ് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് മീറ്ററിൽ ചാർജ് തന്നാൽ മതി. ഞാൻ പറഞ്ഞ എക്സ്ട്രാ ഒന്നും തരില്ല. എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഇവർ ഈ ടോള്, അതുപോലെ തന്നെ ടണലിൻ്റെ പൈസ എന്നൊക്കെ പറഞ്ഞിട്ട് പൈസ എക്സ്ട്രാ വാങ്ങിക്കും. ഇല്ല, എക്സ്ട്രാ ഒന്നും തരണ്ട, നിങ്ങൾ എന്താണെന്നോ മീറ്ററിൽ കാണിക്കുന്നത് അത് തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ മീറ്ററിൽ കാണിക്കുന്ന പൈസ കൊടുക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങി. ആ സമയത്ത് പുള്ളി പറഞ്ഞു, അതിൽ മീറ്ററിൽ കാണിച്ചതിനേക്കാളും കൂടുതൽ പൈസ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്താ ഇങ്ങനെ പൈസ ചോദിച്ചെന്ന് ചോദിച്ചു. അപ്പം എൻ്റെ അടുത്ത് പറയാം, എൻ്റെ ഇതിൽ കാണിക്കുന്ന അത്രയാണ്, ഇതിൽ മീറ്ററിലല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ തർക്കിക്കാൻ നിന്നില്ല. എന്തായാലും ഇനി ഇതോടത്തോടും കൂടെ ടാക്സി പരിപാടി നിർത്തിയെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ബയാസത്തിലെത്തി. അപ്പം ബ്ലൂ മോസ്ക്, പക്ഷെ അത് പകലാന്ന് പോകണ്ടേ. ഇപ്പം ബ്ലൂ മോസ്ക് അടച്ചു പോയി. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ആ കാഴ്ചകൾ കാണാൻ അവിടെ പോയപ്പോൾ ഒരു തുർക്കിക്കാരനോട് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഇവിടെ പകൽ സമയത്താണ്, രാത്രി നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാമെന്ന്. അപ്പോൾ അത് ലൈറ്റിൻ്റെ ഇട്ടിരിക്കുന്ന ബ്ലൂ മോസ്കിൻ്റെ ആ ഭംഗി ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അടുത്ത് പോയി അതിൻ്റെ ചിത്രങ്ങളൊക്കെ എടുത്തു, കാഴ്ചകളൊക്കെ കണ്ടു. ഇനി എന്തായാലും ബ്ലൂ മോസ്ക് നാളെ രാവിലെ ഇതിൻ്റെ ഉള്ളിലൊന്ന് കയറണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. അപ്പോൾ ഞങ്ങളത് കണക്കാക്കി തിരിച്ച് ഞങ്ങൾ റൂമിലേക്ക് പോകണം. തീർച്ചയായിട്ടും നല്ലതായി വിശക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒന്ന് വിശ്രമിക്കണം, ഒന്ന് ഉറങ്ങണം എന്നെല്ലാം കണക്കാക്കി. ഇപ്പം രാത്രി 9 മണിയൊക്കെ കഴിഞ്ഞ് 10 മണി ആയിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് ഞങ്ങളെ വിളിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞു ഫുഡ് ഇവിടുന്ന് കഴിക്കണം പിന്നെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ റേറ്റൊക്കെ ചോദിക്കും, കുഴപ്പമൊന്നുമില്ലാത്ത റേറ്റാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഓഫറൊക്കെ തന്നു, ഞങ്ങൾക്ക് കോഫി ഫ്രീ ആയിട്ട് തരാം, അങ്ങനെ എന്താ സ്വീറ്റ്സെല്ലാം ഫ്രീ ആയിട്ട് തരാം എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു. അവിടുത്തെ തുർക്കിഷ് ഫുഡാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. റൈസാണ് നടുവിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ചു. ഞങ്ങൾ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഏതായാലും ഈ പാർട്ട് ഇവിടെ അവസാനിക്കുന്നു. ഇനി പുതിയ കാഴ്ചകളായിട്ട് അടുത്ത് തന്നെ വരും, പെട്ടെന്ന് തന്നെ വരും. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.